السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിറസൂലിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ, അതിൽ സൂറ ബഖറയിലെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഇപ്രകാരം പറയുന്നു: അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ, നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ, ബിൽ ബിർരി, പുണ്യം ചെയ്യുവാൻ, വതൻസൗന അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ആത്മാക്കളെ സംബന്ധിച്ച് നിങ്ങൾ വിസ്മൃതിയിലുമായി തീർന്നു. വഅൻതും തത്ലൂനൽ കിതാബ, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നുമുണ്ട്. അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ഇതാണ് പ്രസ്തുത വചനത്തിൽ ചോദിക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായി നൽകുന്ന വിശദീകരണം നോക്കാം. ദ ഖുർആൻ ഈസ് അഡ്രസ്സിങ് ആൻഡ് ക്വസ്റ്റ്യനിങ് ദ ജ്യൂസ് ഫസ്റ്റ് ഹാൻഡ്. ഇതിൽ പ്രഥമമായിട്ട് അഭിസംബോധന ചെയ്യുന്നതും ചോദ്യം ചെയ്യുന്നതും ജൂതന്മാരെയാണ്. ഈ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പ്രഥമമായിട്ട് അഭിസംബോധന ചെയ്യുന്നതും ചോദ്യം ചെയ്യുന്നതും ജൂതന്മാരെ സംബന്ധിച്ചാണ്. ദെൻ ആൾസോ അറ്റ് ദ സെയിം ടൈം, അതേസമയം തന്നെ അഡ്രസ്സിങ് ദ മുസ്ലിംസ്, മുസ്ലിങ്ങളെയും ഇത് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഡു യു എൻജോയിൻ മെൻ ടു പ്രാക്ടീസ് എക്സ്റ്റൻസീവ് ബെനിഫിഷ്യൻസ്, അങ്ങേയറ്റത്തെ ഔദാര്യം. എക്സ്റ്റൻസീവ് ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഔദാര്യപൂർവ്വം വർത്തിക്കുക. അത് ചെയ്യുവാൻ നിങ്ങൾ ആളുകളോട് കൽപ്പിക്കുന്നു. ടു ഡീൽ കൈൻഡ്ലി വിത്ത് വൺ അനദർ, നിങ്ങൾ പരസ്പരം ദയാപുരസരമായിരിക്കണം ഇടപഴകേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. ടു ബി ട്രൂത്ത്ഫുൾ, നിങ്ങൾ പരസ്പരം സത്യവാന്മാരായിരിക്കണം, സത്യസന്ധതയോടുകൂടിയായിരിക്കണം നിങ്ങൾ പരസ്പരം ഇടപഴകേണ്ടത്. ടു ആക്ട് റൈച്ചസ്ലി, നിങ്ങൾ ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ നിലയിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ആൻഡ് ടു സെർവ് ആൻഡ് ഒബേ ഗോഡ്, ദൈവത്തിനെ അനുസരിക്കുക. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവസേവനം നടത്തേണ്ടത്. ദൈവത്തിൻ്റെ ദാസനായി കഴിയുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങേയറ്റത്തെ ഔദാര്യത്തോടു കൂടി പ്രവർത്തിക്കണം. അതുപോലെ ദയാപുരസരമായിരിക്കണം പെരുമാറേണ്ടത്. ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ ആളുകൾ ചെയ്യുന്നതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വേണം നിങ്ങൾ ചെയ്യാൻ. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ആ നിലയിലാണ് അനുസരിക്കുന്നത്. അങ്ങനെയാണ് ടു സെർവ്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരായി തീരുന്നത്.
അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ലോകത്ത് ചെയ്യുകയാണെങ്കിൽ അത് ജൂതന്മാരോടും കൽപ്പിച്ചിരിക്കുകയാണ്. തോറയിൽ നോക്കിയാൽ അത് കാണാം. അതുപോലെ ബൈബിളിലും നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇതെല്ലാം പറയുന്നെങ്കിലും ഈ പറയുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ പ്രവർത്തിക്കാനുള്ളതാണ്. തങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ മനുഷ്യരാണ്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യേണ്ട രീതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞു തരുന്നതും വിശദീകരിക്കുന്നത്. പക്ഷേ ഇതനുസരിച്ചൊന്നും നമ്മൾ പ്രസംഗിക്കും, വളരെ ഗൗരവമായിട്ട് വേദികളിൽ നിന്ന് ഞാൻ ചെയ്യുന്ന കാണുന്നില്ലേ, ഇതുപോലെ പ്രസംഗിക്കും. പക്ഷെ പ്രവൃത്തിയിലില്ല. ഇതെല്ലാം പ്രവർത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ്. യെറ്റ് യു നെഗ്ലക്റ്റ് യുവർ ഓൺ സെൽഫ്സ്. ഇതെല്ലാം പ്രസംഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം അങ്ങ് മറന്നു. നിങ്ങളിതനുസരിച്ച് ഒന്നും ചെയ്യത്തില്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് ദൈവബോധനമെന്ന് പറഞ്ഞ് നടക്കും. ഇന്ന് എല്ലായിടത്തും നടക്കുന്നത് ഇതാണ്. എല്ലാ മതത്തിൻ്റെ ആളുകളിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മതം എന്ന് പറഞ്ഞ് മനുഷ്യ സ്നേഹവും മനുഷ്യ സേവനവും അതിന് പകരം മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഒരു പ്രസ്ഥാനങ്ങളായി ഈ മതങ്ങളെ മാറ്റിക്കളഞ്ഞു. അത് ഇത്തരത്തിലുള്ള ആളുകളാണ്. അവർ സ്വന്തം ആത്മാക്കളെ മറന്നിട്ട് പ്രസംഗിക്കാൻ നടന്ന് കാശ് വാങ്ങിക്കുന്നവരാണ്. വൈൽ യു ക്ലെയിം ടു റീഡ് ദ ബുക്ക് സെൻഡ് ബൈ അല്ലാഹ്, എന്നിട്ട് നിങ്ങൾ വേദഗ്രന്ഥത്തിലുള്ളത് നിങ്ങൾ വായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വേദഗ്രന്ഥത്തിലുണ്ട്. അത് നിങ്ങൾ വൈൽ യു ക്ലെയിം ടു റീഡ് ദ ബുക്ക് സെൻഡ് ബൈ അല്ലാഹ്, അല്ലാഹു തആല അയച്ച വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആനും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തോറ കൈവച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബൈബിൾ കൈവച്ചുകൊണ്ടായിരിക്കും. ഇങ്ങനെ വേറെ എത്ര വിഭാഗങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നു, അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ചെയ്യുവാനാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കൽപ്പിച്ചത്. എഗെയിൻ യുവർ ബുക്ക് കണ്ടെയ്ൻസ് പ്രോഫസീസ്. അത് മാത്രമല്ല, യുവർ ബുക്ക് കണ്ടെയ്ൻസ് പ്രോഫസീസ്. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ, നിങ്ങൾ വായിക്കുന്ന ഗ്രന്ഥത്തിൽ തന്നെ പ്രവചനങ്ങൾ ഉണ്ട്. അതിൽ പ്രവചിക്കപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നു. കൺസേണിങ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾ വായിക്കുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിൽ, അത് ഏത് മതഗ്രന്ഥം മുമ്പ് വന്നതിൽ നോക്കിയാലും അത്തരത്തിലുള്ള ഒരാൾ ഇതാ വരുന്നുണ്ട് എന്നുള്ള പ്രവചനം കാണാവുന്നതാണ്. യെറ്റ് യു ഡു നോട്ട് അക്സെപ്റ്റ് ഹിം. പക്ഷേ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ വേദഗ്രന്ഥത്തിൽ പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ പ്രവർത്തിക്കാത്തതുപോലെ ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ആളിനെ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വീകരിക്കുന്നില്ല. യെറ്റ് യു ഡു നോട്ട് അക്സെപ്റ്റ് ഹിം. നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിച്ചിരുന്നു എങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ കയ്യിലുള്ള സകല ആളുകളും ഇപ്പോൾ വന്ന് ഈ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിശ്വസിക്കണ്ടേ, അംഗീകരിക്കണ്ടേ, ആദരിക്കണ്ടേ, അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ദീനുൽ ഇസ്ലാം വേണ്ടി പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ അവർ പറയുന്ന കാര്യങ്ങളാണ്. മുഹീദ്ദീൻ ഷെയ്ഖൊക്കെ വരും, അതിനെന്താ വരും. ഇങ്ങനെ എല്ലാ മതക്കാരും കൽക്കി വരുമെന്ന് പറയും. അങ്ങനെ നവോത്ഥാന നായകന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നൊക്കെ പറയും, എന്തെല്ലാം രീതിയിൽ പറയും. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഈ കാര്യങ്ങളനുസരിച്ച് അവർ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ അംഗീകരിക്കുന്നില്ല. മുൻകാലങ്ങളിലും അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അംഗീകരിക്കുന്നില്ല എന്നാണ്. Thus you break a great commandment of the Lord. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഒരു കൽപ്പനയാണ് നിങ്ങൾ ലംഘിച്ചിരിക്കുന്നത്. Thus you break, നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ് എ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ്, ദൈവത്തിൻ്റെ മഹത്തായ ഒരു കൽപ്പനയെ, ഓഫ് ദ ലോഡ്. ബട്ട് ഡിഡ് അതേഴ്സ് ടു, മറ്റുള്ളവരും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആളുകൾ ചെയ്യുന്നതും ഖുർആൻ്റെ ആളുകൾ ചെയ്യുന്നതും അത് തന്നെ, മുൻവേദ ഗ്രന്ഥങ്ങളിൽ കിട്ടിയ അതിൻ്റെ ആളുകൾ ചെയ്തതും അത് തന്നെയാണ്. നിങ്ങൾ ദൈവകൽപ്പന നിങ്ങൾ നിരസിക്കുകയാണ്. ഓരോ നൂറ്റാണ്ടിലും വരുമെന്ന് എത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അതൊന്നും ഈ ലോകത്തിലുള്ള ഈ വേദഗ്രന്ഥവും ചുമന്ന് നടക്കുന്ന ആരും അത് നോക്കുന്നില്ല. അതിൻ്റെ പദങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് സഭ്യതരമാകില്ല. ഒബ്സർവ് ലെസർ കമാൻഡ്മെൻറ്റ്സ്,
അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക്, കമാൻഡ്മെൻറ്റ് ഓഫ് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ലെസർ, വളരെ ഒരു സ്ഥാനവും കൊടുക്കാത്ത അപ്രധാനമായ ഒരു റോളാണ് കൊടുക്കുന്നത്. അത് ആ നിലയിലേ കാണുന്നുള്ളൂ. ദൈവകൽപ്പനയാണെന്നും പറഞ്ഞാലൊന്നും ആളുകൾക്കൊന്നും അതൊന്നും യാതൊരു ഇതുമില്ല. അവരവരുടെ കൊട്ടാരങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് തന്നെ അവർ ദിൻ നടത്തും, മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് അടിമകളായിട്ട് കിടക്കുകയും ചെയ്യും. അള്ളാഹു എന്തിനു വേണ്ടിയാണ് ഈ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത്? അവരെ മോചിതരാക്കാൻ, അള്ളാഹുവിൻ്റെ മാത്രം അടിമയാക്കാൻ. പക്ഷേ ഈ ലോകത്ത് കാണുന്ന എല്ലാ ചപ്പുചവറുകളുടെയും അടിമകളായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടിമയാകാൻ സാധിക്കുകയില്ല. ഈ ദൈവകൽപ്പനയ്ക്കൊക്കെ അവർ വളരെ അപ്രധാനമായ പ്രാധാന്യമാണ് നൽകുന്നത്. വിൽ യു നോട്ട് ദെൻ അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ? നിങ്ങൾക്ക് ബുദ്ധി തന്നിരിക്കുന്നല്ലോ, ചിന്താശേഷി തന്നിരിക്കുന്നല്ലോ, ആലോചനാശക്തി നൽകിയിരിക്കുന്നല്ലോ, നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നില്ലേ? ദ വേർഡ് ബുക്ക് ഹിയർ റെഫേഴ്സ് ടു ദ ബൈബിൾ. ഇതൊക്കെ ബൈബിളിൽ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ബൈബിളിനകത്ത് പറഞ്ഞതാണ് എന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ പോയാൽ അവൻ വരില്ല, അവൻ വന്ന് സർവ്വസത്യത്തിലും നടത്തും ദൈവത്തിൻ്റെ നാമത്തിൽ. ഇതൊക്കെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആൾ വന്നപ്പോൾ ഇതാ കിടക്കുന്ന. അതുകൊണ്ട് വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെ നമ്മൾ വളരെ ഭയപ്പെടണം. ചെയ്യാത്ത ഒരാളെയും ഈ വേദഗ്രന്ഥത്തിൻ്റെ ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ അവരെ തിരിച്ചറിയണം. അങ്ങനെയുള്ള പട്ടികയിൽ തന്നെ അല്ലേ നമ്മളുമെന്ന് ആത്മപരിശോധന നടത്തി നോക്കുകയാണ്. അല്ലാഹ് ഓർഡൈൻസ് ഓൾ ദ ട്രൂ മുസ്ലിംസ്. എല്ലാ സത്യവാന്മാരായ മുസ്ലിങ്ങളോടും അള്ളാഹു താല കൽപ്പിക്കുന്നു. അല്ലാഹ് ഓർഡൈൻസ് ഓൾ ദ ട്രൂ മുസ്ലിംസ് ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് ഓൾ ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അവൻ്റെ എല്ലാ കൽപ്പനകളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ അവൻ കൽപ്പിക്കുന്നു. 700 കൽപ്പനകൾ. 7 കൽപ്പന പോലും നമുക്കറിയത്തില്ല. അല്ലാഹ് ഓർഡൈൻസ് ഓൾ ദ ട്രൂ മുസ്ലിംസ്. യഥാർത്ഥമായ എല്ലാ മുസ്ലിങ്ങളോടും അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് ഓൾ ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അവൻ്റെ എല്ലാ കൽപ്പനകളും നിങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. ആഫ്റ്റർ ഹാവിങ് റിസീവ്ഡ് ദ മെസ്സേജ്. നിങ്ങൾക്ക് ഈ സന്ദേശം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്ന എല്ലാ കൽപ്പനകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് നിങ്ങളത് അംഗീകരിച്ച് അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തിക്കണം. ദെൻ വി ആർ ടു ഷെയർ ദിസ് മെസ്സേജ്. അങ്ങനെ നിങ്ങൾ ഈ എല്ലാ കൽപ്പനകളും നിങ്ങളുടെ ബോഡിയിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷം ദെൻ വി ടു ഷെയർ, അതിന് ശേഷം വി ആർ ടു ഷെയർ ദിസ് മെസ്സേജ്. ഈ സന്ദേശത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ടു ആൾ പീപ്പിൾ, എല്ലാ ജനങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കണം. ഓഫ് ആൾ കമ്മ്യൂണിറ്റീസ്, എല്ലാ ജനവിഭാഗങ്ങളിലും പെട്ടവരിലേക്ക് എത്തിക്കണം. ആൾ റിലീജിയൻസ്, എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരിലേക്ക് എത്തിക്കണം. ആൾ റേസ്, എല്ലാ വംശങ്ങളിലേക്കും എത്തിക്കണം. ആൻഡ് കളർ, എല്ലാ നിറവ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം. സ്റ്റാർട്ടിങ് വിത്ത് യുവർ ഓൺ ബ്ലഡ് റിലേഷൻസ്, അത് നിങ്ങളുടെ രക്തബന്ധുക്കളിൽ നിന്നും ആരംഭിക്കണം. ഈ പരമമായ സത്യം നിങ്ങളുടെ രക്തബന്ധുക്കളിൽ നിന്ന് അയക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അംഫുസക്കും വാഹലിക്കും നാറ, നിങ്ങളുടെ നഫ്സുകളെയും നിങ്ങളുടെ കുടുംബക്കാരുടെ നഫ്സുകളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് അതിനെ വിപുലപ്പെടുത്തി ലോകം മുഴുവൻ കുടുംബമാക്കി മാറ്റി. അങ്ങനെ ലോകത്തിലുള്ള സകല മനുഷ്യരെയും നന്മയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അത് നിങ്ങളിത് പ്രവർത്തിച്ചു കൊണ്ടാണ്, ഇന്ന് പ്രവർത്തി ഇല്ലാതെ നമ്മൾ പറയുന്നത് കൊണ്ടാണ് ആരും നമ്മുടെ കൂടെ വരാൻ കാണാത്തത്. കാരണം നമുക്കെല്ലാം പ്രസംഗ തൊഴിലാളികളും വായാടി തൊഴിലാളികളും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, സത്യാവസ്ഥ മനസ്സിലാക്കി ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഓരോ സത്യാത്മാവും പരിശ്രമിക്കട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.